PDF കാണാമോ? ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. PDF കാണാമോ? കാണാം. Prayer. Prayer. Prayer ആരുല്ല? പ്രേരണ പാടാമോ? അഖിലാണ്ട മണ്ഡലമലിച്ചൊരുക്കി അതിനുള്ളിലാനന്ദ പരമപ്രകാശമേ ശരണം നീ എന്നും സുരഗോള ലക്ഷങ്ങളണിയിട്ടു നിർത്തി അവികല ബിന്ദം പൂലത്തി അതിലൊക്കെ ആധാരസ്തോത്രമീണക്കി കുടികൊള്ളം സത്യമേ ശരണം നീ എന്നും ദുരിതങ്ങൾ പോത്താടും ഉലകത്തിൽ നിന്റെ പരിപൂർണ തേജസ്സു വിളയാക്കിയിടാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവദൈവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ അഖിലാദിനായക തവ തീരു മുമ്പിൽ അഭയമായി നിത്യവും പണിയുന്നു ഞാൻ സമരാതി തൃഷ്ണകളാകി സമദയം ശാന്തിയും ക്ഷേമാവും തിങ്ങി ജനതയും കൈകോർത്തിണങ്ങി ജനിത സൗഭാഗ്യത്തിൻ ഗീതം മുഴങ്ങി നരരോഗാനന്ദം തേടി വിജയിക്ക നിൻ തിരുനാമങ്ങൾ പാടി താങ്ക് യു. Yes, ma'am. If you want to shine like a sun, first burn like a sun. APJ Abdul Kalam. Okay. Thought of today. Sorry, signing. Signing ആരുല്ല? സൈൻ ഞാനറിഞ്ഞു, ഞാൻ തന്നെ പാടാം. ഞാൻ പാടാം. ഓക്കെ. ആരോ വിരമീട്ടി മനസ്സിൻ വീണയിലേതോ മിഴിനീരിൻ ശ്രുതി മീട്ടുന്നു മോകം തളരും തനുവോടെ ഇടറും മനമോടെ വിടവാങ്ങുന്ന സന്ധി വിരഹാർദ്രയായ സന്ധി ഇന്നാരോ വിരൽ മീട്ടി മനസ്സിൻ വീണയിൽ. ക്ലാസ് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത്രയും നിർത്തുവാ മിസ്സേ. താങ്ക് യു. Okay, thank you. സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് അല്ലേ? ഈ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്തല്ലോ. At age 6, children are not yet fully civilized, but our core of consideration and self-restraint can be seen in children whose attachments in infancy have been safe and whose socialization during the preschool years
was given by warm and loving parents. At age 6, അതായത് 6 വയസ്സായ സമയത്ത് കുട്ടികള് സിവിലൈസ്ഡ് ആയിട്ടുള്ള എന്നാണ് പറയുന്നത്. എന്താണ് സിവിലൈസ്ഡ് ആയിട്ടുള്ള എന്ന് പറയുന്നത്? സിവിലൈസ്ഡ് മിസ്സേ PDF കാണുന്നില്ലല്ലോ. PDF കാണുന്നില്ലേ? അതിൽ ഫോൾഡർ ആയിട്ട് നിൽക്കുക, ബാക്കി കാണുന്നില്ല. ഇപ്പൊ ഓക്കെ, പോയി. കാണുന്നുണ്ട്. എന്താണ് 6 വയസ്സായ സമയത്ത് കുട്ടികള് എന്താണ് ഒട്ടും സിവിലൈസ്ഡ് ആയിട്ടുള്ള എന്നാണ് പറയുന്നത്. സിവിലൈസ്ഡ് മീൻസ് എന്താണ്? പരിഷ്കൃതരായിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? 6 വയസ്സിലെ കുട്ടികള് സിവിലൈസ്ഡ് ആവോ? ആരെ ഡിപ്പെൻഡ് ചെയ്താണ് അവര് വളരുന്നത്? പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് വരുന്നത് അല്ലെ? അവിടെ ശരിക്കും പറഞ്ഞാൽ പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു ഏജിലുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർക്ക് എങ്ങനെയായിരിക്കും? അറ്റാച്ച്മെന്റ്സ് ആയിരിക്കും അല്ലെ? അറ്റാച്ച്മെന്റ്സ്, റിലേഷൻഷിപ്പിനോട് അറ്റാച്ച്മെന്റ്സ്, അല്ലെങ്കിൽ ഒരു സേഫ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് സേഫ് ആറ്റിറ്റ്യൂഡ് വരാൻ കാരണം? അവർ ഓൾറെഡി പാരന്റ്സിനോട് അറ്റാച്ച്ഡ് ആണ് അല്ലെ? അതായത് 6 വയസ്സായിട്ടുള്ള കുഞ്ഞുങ്ങൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ പിന്തുണ വേണ്ടത് ആരുടെ കയ്യിൽ നിന്നാണ്? ഫാമിലി ലൈഫിൽ നിന്നാണ് അല്ലെ? പ്രത്യേകിച്ച് പാരന്റ്സിൽ നിന്നാണ് ആ പരിഗണനയും ആത്മനിയന്ത്രണവും ഒക്കെ അവർക്ക് ആവശ്യമായിട്ട് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് എങ്ങനെയുള്ള പാരന്റ്സിൽ നിന്നായിരിക്കും പരിഗണനയും സ്നേഹവും ഒക്കെ ലഭിക്കുന്നത്? ലവിങ് ആയിട്ടുള്ള പാരന്റ്സിൽ അല്ലെ? ഈ സ്കൂൾ ഏഴ്സിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വാം ആൻഡ് ലവിങ് പാരന്റ്സിൽ നിന്നാണ് അവർക്ക് എങ്ങനെയുള്ള അറ്റാച്ച്മെന്റ്സ്, വളരെ നല്ല ഒരു ആത്മനിയന്ത്രണവും അല്ലെങ്കിൽ പരിഗണനയൊക്കെ കിട്ടുന്നുവെങ്കിൽ എങ്ങനെയുള്ള പാരന്റ്സ് ആയിരിക്കണം? വളരെ സ്നേഹമുള്ള പാരന്റ്സിൽ നിന്നായിരിക്കും, ആ പാരന്റിങ്ങിൽ നിന്നായിരിക്കും ഉള്ളവർക്ക് അത്തരത്തിലുള്ള ഒരു പരിഗണന ലഭിക്കുന്നത്. അതായത് ഏത് ഏജ് ആണെന്ന് ഇവിടെ നോക്കണം. ഏത് ഏജിലാണ്? 3 to 6 years. 6 ഇയേഴ്സില്. ആരുടെയോ മൈക്ക് ഓൺ ആണ്, ശബ്ദം വരുന്നുണ്ട്. These are parents who have high but considerable maturity expectation, are consistent in setting limits, who are involved with their children, both to observe them and to play with and enjoy them, who explain the effects of child's behavior on others, and who concentrate more on teaching what to do rather than what not to do. വേറെ എവിടെയോ ശബ്ദം വരുന്നുണ്ടല്ലോ. ആരുടെയാ? ആരെങ്കിലും മൈക്ക് ഓൺ ആണോന്നൊന്ന് നോക്കിയേ. ആരെങ്കിലും ഓൺ ആണോ? അല്ലല്ലോ. ടീച്ചർ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ ലവിങ് ആൻഡ് ലവിങ് പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് അവരുടെ കുട്ടികളിൽ എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള ഒരു ഏത് രീതിയിലായിരിക്കും കുട്ടികളോടുള്ള ഒരു ഇടപെടലുകൾ വരുന്നത്? ഒബ്സർവ് ചെയ്യും, നന്നായിട്ട് കുട്ടികളുടെ കൂടെ കളിക്കും, അവരുടെ കൂടെ എൻജോയ് ചെയ്യും. അതെ, അതായത് അവര് ശരിക്കും പറഞ്ഞാല് ആ ഒരു അറ്റാച്ച്മെന്റ്സ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരുന്നു കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നത്. മാത്രമല്ല അവരുടെ കൂടെ എന്നും അവരുടെ കൂടെ തന്നെ കളിക്കാനായാലും പഠിക്കാനായാലും അവരുടെ കൂടെ തന്നെ ഒരുമിച്ച് വളരാനാണ്, അല്ലെങ്കിൽ കൂടെ ഇരിക്കാനാണ് ആ പാരന്റ്സ് ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് തന്റെ കുട്ടികളുടെ ബിഹേവിയറിനെ കുറിച്ച്, ഇപ്പൊ നമ്മളുടെ കുട്ടികൾക്ക് ഒരു നല്ല ബിഹേവിയർ ഉണ്ടെങ്കിൽ നമ്മളത് മറ്റുള്ളവരോട് പറയാറില്ലേ? എന്റെ മോൻ അങ്ങനെയാണ്, എന്റെ മോൻ ഇങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറയാറില്ലേ? explain the effects of the child's behavior on others. അത് മറ്റുള്ളവരോട് പറയും അതിനെ കുറിച്ചിട്ട്, എന്റെ കുഞ്ഞ് എങ്ങനെയാണെന്നുള്ളത്. ആൻഡ് ഹു കോൺസെൻട്രേറ്റ് മോർ ഓൺ ടീച്ചിങ്. ഇപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള പാരന്റ്സിനെ സംബന്ധിച്ചുള്ള, പ്രത്യേകിച്ച് ലവിങ് പാരന്റ്സിനെ സംബന്ധിച്ചുള്ള അവര് എന്ത് പഠിപ്പിക്കാനാണ് കുട്ടീനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്? വാട്ട് ടു ഡു റാദർ ദാൻ ഓൺ വാട്ട് നോട്ട് ഡു. എന്താ പറയുന്നത്? എന്ത് ചെയ്യണമെന്നാണ് പഠിപ്പിക്കുന്നത്, എന്ത് ചെയ്യരുതെന്ന് പഠിപ്പിക്കുന്നതിനേക്കാൾ ചെയ്യരുത് നമ്മൾ പറയാറുണ്ട് അല്ലെ? അങ്ങനെ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത്
എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എപ്പോഴെങ്കിലും അവരോട് ഇതാണ് ചെയ്യേണ്ടത് എന്ന് പറയാറുണ്ടോ? അവരെന്തെങ്കിലും ചെയ്യാൻ വരുന്ന സമയത്ത് ചെയ്യരുത് ചെയ്യരുത് എന്നുള്ളൊരു നോയാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ ലവിങ് പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ടുള്ള പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം, അവർ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? എന്ത് ചെയ്യണം എന്നാണ്. എന്ത് ചെയ്യരുന്നതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യണം എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കലാണ് ഇത്തരത്തിലുള്ള പാരന്റ്സ് ചെയ്യുന്നത്. അപ്പൊ അതും എന്താണ്, സോഷ്യലൈസേഷന്റെ ഒരു ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കുട്ടികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ടോ എന്താണ് ചെയ്യേണ്ടതെന്ന്? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? ചെയ്യരുതാത്ത കാര്യമല്ലേ പറഞ്ഞു കൊടുക്കുന്നത്. അത് ചെയ്യണ്ട എന്ന് തന്നെയല്ലേ നിങ്ങൾ പറയാറ്? പറയൂ. എന്തായാലും ചെയ്യേണ്ടതും പറഞ്ഞു കൊടുക്കാറുണ്ട്. ചെയ്യേണ്ടത് പറഞ്ഞു കൊടുക്കണം. നമ്മൾ കുറച്ച് ഡിലേ വരും അല്ലെ. ഫസ്റ്റ് നമ്മൾ ആദ്യം എന്താ പറയാറ്? അത് ചെയ്യരുത് അല്ലെ, ചെയ്യരുത് തന്നെ എല്ലാരും പറയാറ്. ശരിയല്ലേ? അത് കഴിഞ്ഞിട്ടൊക്കെയാണ് പിന്നെ നമ്മള് ഒരു സമയവും സന്ദർഭമൊക്കെ അനുസരിച്ചിട്ടായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, യെസ്. മോണ്ടിസോറി പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോ മുതൽ നല്ല മാറ്റമുണ്ട്. കാരണം ജിഷ മാം ഇതിനെപ്പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, കുട്ടികളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളത്. അതിനുശേഷം ചെയ്യരുതെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്, നൈസ്. യെസ്, നമ്മളെ സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഇൻഫാൻസിയിലെ കാര്യമാണ് പറയുന്നത്. അപ്പൊ പ്രീ സ്കൂൾ ഇയേഴ്സ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്? 3 to 6 years. അത് മറന്നു പോയത് കേട്ടാ. എക്സാമിന് അങ്ങോട്ട് കിടക്കും മാറിപ്പോ 5 കാണും, അല്ലെങ്കിൽ 5 മാത്രമൊക്കെ ഉണ്ടാവുള്ളൂ. കൺഫ്യൂഷൻ ആവുന്ന തരത്തിലൊക്കെ ക്വസ്റ്റ്യൻസ് വരും. ഇത് നമുക്ക് നോക്കാം. ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് സോഷ്യലൈസേഷൻ. ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് സോഷ്യലൈസേഷൻ. സാമൂഹ്യവൽക്കരണത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഫാമിലി ആൻഡ് പിയർ ഗ്രൂപ്പ്. ആരൊക്കെയാണ്? കുടുംബവും സമപ്രായക്കാരും, അല്ലെങ്കിൽ സെയിം ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികള്. നമുക്ക് നോക്കാം. ഫാമിലി എങ്ങനെയാണ് സോഷ്യലൈസേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? The family is the most vital primary agency for socialization of the child. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൈമറി ഏജൻസിയാണ് അല്ലെ, സുപ്രധാനമായിട്ടുള്ള ഒരു ഏജൻസിയാണ് ആര്? ഫാമിലി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, കുട്ടി ആദ്യം സൊസൈറ്റിനെ കാണുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ വരുന്നത് എവിടെയാണ്? തന്റെ ഫാമിലി മെമ്പേഴ്സുമായിട്ടാണ് അല്ലെ. അതുകൊണ്ട് തന്നെയാണ് അതിന് എന്ത് പറയുന്നത്? ഫാമിലി ഇസ് എ പ്രൈമറി ഏജൻസി ഫോർ സോഷ്യലൈസേഷൻ ഓഫ് ദി ചൈൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ അപ്ലൈ ചെയ്യാട്ടോ. The size of the family, fondness among the members of the family, attitude of the parents and family members towards the child, friction among parents and break owing to separation, death or divorce, and in emotional instability and social maladjustment of the child. Okay, നമ്മൾ പറഞ്ഞു ഫാമിലിയാണ് സാമൂഹ്യവൽക്കരണത്തിന് അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ അഫക്ട് ചെയ്യുന്നുണ്ട് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം? ഫാമിലിയുടെ സൈസ് അല്ലെ, വലിപ്പം. ജോയിന്റ് ഫാമിലി ഉണ്ട്, ന്യൂക്ലിയർ ഫാമിലി ഉണ്ട്. ഇത് രണ്ടിൽ നിന്ന് കുട്ടികൾ എന്താണ്? ജോയിന്റ് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം എത്ര മെമ്പേഴ്സ് ഉണ്ടായിരിക്കും ജോയിന്റ് ഫാമിലിയില്? മോർ ദാൻ 6. ബ്രദർ ഇൻ ലോസ് അങ്ങനെ എല്ലാരും ഉണ്ടാവും, സിസ്റ്റർ ഇൻ ലോസ് ഉണ്ടാവും. മെമ്പേഴ്സിന്റെ എണ്ണം കൂടുതലായിരിക്കും അല്ലെ. കൂട്ടുകുടുംബം എന്ന് പറയുമ്പോൾ, കുടുംബം എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ അച്ഛനും അമ്മയും മാത്രം, അല്ലെങ്കിൽ ഒരു സിബ്ലിംഗ് ഉണ്ടെങ്കിൽ ഉണ്ട് അല്ലെ. ഒരു മാക്സിമം 3 പേര് അല്ലെങ്കിൽ 4 പേര് മാത്രമായിരിക്കും എന്തായാലും ന്യൂക്ലിയർ ഫാമിലിയിൽ നിന്ന് വരുന്നത്. അപ്പൊ സൈസ് ഓഫ് ദ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതില് ഒരുപാട്, ജോയിന്റ് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേരായിട്ട് കുട്ടികൾക്ക് ഇടപെടാൻ സാധിക്കുകയാണ് അല്ലെ. അച്ഛനുണ്ട്, അമ്മയുണ്ട്, അങ്കിൾ, ആന്റി, മുത്തശ്ശൻ, മുത്തശ്ശി, ചേട്ടൻ, ചേച്ചി തുടങ്ങി ഒരുപാട് മെമ്പേഴ്സ് അവിടെ വരുന്നത്. അപ്പൊ പല രീതിയിലായിട്ട് പലരുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ അവിടെയും എന്താണ് സോഷ്യലൈസേഷൻ ഗെയിൻ ചെയ്യണം. അതായത് ഒരാളോട് എങ്ങനെ സംസാരിക്കണം, മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്നത് എങ്ങനെയാണെന്നുള്ളത് കുഞ്ഞുങ്ങള് ഫാമിലിയിൽ നിന്ന് തന്നെ ക്യാച്ച് ചെയ്യുന്നുണ്ട്. ദെൻ അതായത് അച്ഛൻ അമ്മയോട് പെരുമാറുന്നത്, ആന്റി അങ്കിളിനോട് പെരുമാറുന്നത്, മുത്തശ്ശൻ മുത്തശ്ശിയോട് പെരുമാറുന്നത്, അല്ലെങ്കിൽ ഇവരെല്ലാം കുട്ടികളോട് ബിഹേവ് ചെയ്യുന്നത് എല്ലാം കുഞ്ഞുങ്ങൾ നോക്കി കാണുന്നുണ്ട്. ദെൻ ഫോണ്ട്നെസ് among the members of the family. എന്താണ് ഫോണ്ട്നെസ് എന്ന് പറയുന്നത്? ഫോണ്ട്നെസ്, ഇഷ്ടം, ആ ഒരു സ്നേഹം അല്ലെ. ഫാമിലി മെമ്പേഴ്സ് തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ സ്നേഹം, അതും കുട്ടികളെ സോഷ്യലൈസേഷനെ അഫക്ട് ചെയ്യുന്നതാണ്. ദെൻ നല്ല
നല്ല ലവിങ് പാരന്റ്സ് ആണെങ്കിൽ എന്താണ്, നല്ല ലവിങ് മെമ്പേഴ്സ് ആണെങ്കിൽ എന്താണ്, കുട്ടികൾ വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ വളരുന്നവരായിരിക്കും അല്ലെ. Then attitude of the parents and family members toward the child. Attitude of the parents and family members towards the child. ഇവിടെ എന്താ പറയുന്നത്? ഫാമിലി മെമ്പേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ്. കുട്ടികളോടുള്ള ആറ്റിറ്റ്യൂഡ് അല്ലെ. ഫാമിലി മെമ്പേഴ്സിന് കുട്ടികളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് അല്ലെ. അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്. Then friction among parents. Friction among parents. എന്താണ് ഫ്രിക്ഷൻ? കണക്ഷൻ ആണോ ഉദ്ദേശിക്കുന്നത്? കണക്ഷൻ ആണ്, ഒരു അടുപ്പമാണ് അല്ലെ. പാരന്റ്സ് തമ്മിലുള്ള ഒരു കണക്ഷൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് അല്ലെ. അതൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കണക്ഷൻ വളരെ എന്താ പറയാ സ്പീച്ച്ലെസ് ആണ്. ആ ഒരു അറ്റാച്ച്മെന്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവിടെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് എന്താണ്? ഫ്രിക്ഷൻ among പാരന്റ്സിലെ ഏറ്റവും പ്രധാന ഘടകം എന്താണ്? സ്നേഹമാണ് അല്ലെ. ഓക്കെ. And break owing to separation, death or divorce and emotional instability. ഇനി അതോടൊപ്പം തന്നെ എന്താണ്, എന്തെങ്കിലും സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഫാമിലീസ് അല്ലെങ്കിൽ ഇപ്പൊ ഡിവോഴ്സ് കേസ്, ഡെത്ത് കേസസ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കുട്ടികൾ അതെന്ത് ബാധിക്കുന്നുണ്ട്? അവർ ഇമോഷണലി ബാധിക്കും. ഇൻസ്റ്റേബിൾ ആക്കാനായിട്ട് ഇത്തരം കാരണങ്ങള് അവരെ ബാധിക്കുന്നുണ്ട്. ഓക്കെ. മാത്രമല്ല ആൻഡ് സോഷ്യൽ മാലഡ്ജസ്റ്റ്മെന്റ് ഓഫ് ദി ചൈൽഡ്. അപ്പോൾ ഇത്തരം കാരണങ്ങൾ വരുമ്പോൾ അവർക്ക് സൊസൈറ്റിനെ അഭിമുഖീകരിക്കാനായിട്ട് കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ടി വരും. എന്തുമൂലം? എന്തെങ്കിലും സെപ്പറേഷൻസോ അല്ലെങ്കിൽ എന്താ പറയാ വൈകാരികമായിട്ട് ഉണ്ടാകുന്ന സമയത്ത് ഡിവോഴ്സ്, ഡെത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് കുട്ടികൾ അതിൽ നിന്ന് എന്താണ് അത് ഇമോഷണലി അവർ തകർക്കാണ് അല്ലെ അത്തരം സിറ്റുവേഷൻസ് വരുമ്പോൾ. അപ്പൊ സൊസൈറ്റിനോട് ഇടപെടാനായിട്ട് കുട്ടികൾ എന്താണ് അതിൽ നിന്ന് പിൻവലിയാണ്, ഡിസ്കാർഡ് ചെയ്ത് പോകുന്ന ഒരു പ്രോസസ് നമുക്കവിടെ കാണാൻ പറ്റും. സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ്. അടുത്തത് ഫാമിലിയുടെ സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പല ക്ലാസ്സിലോ അല്ലെ. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ് അവനെ അഫക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. പണമുള്ളവനും പണമില്ലാത്ത എന്നുള്ള ഒരു കാറ്റഗറൈസേഷൻ അവിടെ വരുന്നുണ്ട്. Then the customs and traditions. Customs and traditions എന്ന് പറഞ്ഞാൽ എന്താണ്? ആചാരങ്ങളും പാരമ്പര്യങ്ങളും അല്ലെ. അതെങ്ങനെ സോഷ്യലൈസേഷനെ ബാധിക്കുന്നു? ആചാരങ്ങളും പാരമ്പര്യങ്ങളും എന്ന് പറയുമ്പോൾ നമ്മള് വിവാഹ ചടങ്ങുകൾക്ക് പോകുന്നുണ്ട് അല്ലെ. പലതരത്തിലുള്ള വിവാഹ ചടങ്ങുകളുണ്ട്. അതേപോലെ തന്നെ എന്താണ് നമ്മൾ പല ആഘോഷങ്ങൾ റിച്വൽസ് ഒക്കെ കൊണ്ടാടുന്നുണ്ട് അല്ലെ. വിഷു, ഓണം, അതേപോലെ തന്നെ പല പല ഭക്ഷണങ്ങൾ പാരമ്പര്യേതരമായിട്ടുള്ള ഓരോ പ്രോഗ്രാംസിന് ഓരോരോ ഭക്ഷണങ്ങളല്ലേ. നമുക്കിപ്പോ ഓണത്തിന് ഓണസദ്യയാണ്, ക്രിസ്മസിന് നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഭക്ഷണപാനീയങ്ങൾ. ഇപ്പൊ നമ്മള് പെസഹ ആചരിക്കുന്ന സമയത്ത് പെസഹ അപ്പവും പാലുമാണ് ഉണ്ടാക്കുന്നത്. അതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടാണ് നമ്മള് ആചാരങ്ങളും പാരമ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതൊക്കെ സൊസൈറ്റി റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ഇതിനൊക്കെ നമ്മൾ അഡ്ജസ്റ്റഡ് ആവണം. ഓരോ മനുഷ്യനും ഓരോ പാരമ്പര്യം കണ്ടിട്ട് അതിലൊക്കെ നമ്മൾ അഡ്ജസ്റ്റഡ് ആയിട്ട് അതൊക്കെ നമ്മൾ എന്താണ് പരിപാലിച്ചു പോകുകയാണ്. പിന്നെന്താണ് ഓരോ ആചാരാനുഷ്ഠാനങ്ങളിൽ എന്താണുള്ളത്? ഓരോന്നും വ്യത്യസ്തമാണ്, ഒന്നിൽ നിന്ന് മറ്റൊന്ന് വ്യത്യസ്തമാണ്. ഓക്കെ. ഓണമാണെങ്കിലും നമ്മൾ ഓണം ആഘോഷിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാലോ. ഓട്ടപ്പൂക്കളിട്ടു ഓണത്തപ്പനെ വരവേൽക്കാനായിട്ട് പൂക്കളം 10 ദിവസം നമ്മള് ഓണം ആഘോഷിച്ചു. അതേപോലെ തന്നെ നിങ്ങൾ റംസാൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോമ്പ് ഉണ്ട് അല്ലെ. നോമ്പ് നോമ്പ് എടുത്തിട്ട് ആ ഒരു വ്രതം എടുത്തിട്ട് ആഘോഷിക്കുന്നത്. അതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടാണ്? ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ടാണ്. അതൊക്കെ സോഷ്യലൈസേഷനിലേക്ക് കടക്കാനുള്ള അല്ലെങ്കിൽ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടും സാമൂഹ്യവൽക്കരണത്തിന്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മളെല്ലാ ആഘോഷങ്ങളും ഒരേപോലെ കാണുന്നവരാണ് അല്ലെ. നമ്മളെല്ലാവരും ഒരേ ആഘോഷങ്ങൾ. ഇപ്പൊ നമ്മൾ ഓണം എല്ലാവരും ഒരുമിച്ച് ആഘോഷിച്ചു അല്ലെ. പല മതസ്ഥരുണ്ട്, പല ജില്ലയിലുണ്ട്, പല ജാതിക്കാരുണ്ട്. എന്നാൽ നമ്മളെല്ലാവരും ഒരേപോലെ ആഘോഷിച്ചതാണ്. ഓക്കെ. യെസ്. Then values and ideas. എന്താണ് values and ideas? മൂല്യങ്ങളും മൂല്യങ്ങളും ആശയങ്ങളും. ഓക്കെ. Values and ideas, etc. of the family also influence the social development of the child. കസ്റ്റംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരമ്പര്യങ്ങൾ, ആചാരങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ട്രഡീഷൻസ് മീൻസ് പാരമ്പര്യങ്ങൾ. കാരണം ആചാരങ്ങളും പാരമ്പര്യങ്ങളും എന്ന് പറഞ്ഞത്. ഓക്കെ. കസ്റ്റംസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ റിച്വൽസ് ആണ്, നമ്മൾ ആചരിച്ചു പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുന്നത്
പ്രത്യേകമായിട്ട് ആചരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളാണ് നമ്മൾ കസ്റ്റംസിൽ ഉൾപ്പെടുന്നത്. അതിപ്പോ നമ്മുടെ വിവാഹ ചടങ്ങുകൾ വരാമെന്നതില് വിവാഹ ചടങ്ങുകൾ തന്നെ നമ്മൾ പല രീതിയിൽ ആഘോഷിക്കാറില്ല. വിവാഹ ചടങ്ങുകള് ഹിന്ദുക്കള് വേറൊരു രീതിയിലാണ്, ക്രിസ്ത്യൻസ് വേറൊരു രീതിയിലാണ്, അല്ലെ? മുസ്ലിംസിന്റെ കല്യാണ രീതികൾ വേറെയാണ്, ബ്രാഹ്മൺസിന്റെ വേറെയാണ്. പല മതസ്ഥരും പല രീതിയിലാണ്. അപ്പോ ഓരോ കുട്ടികളും ഇപ്പോ ഒരു ബ്രാഹ്മൺ ഫാമിലി വളരുന്ന ഒരു കുട്ടിയാണെങ്കിൽ, ഇപ്പൊ സോഷ്യലൈസേഷൻ എഫക്ട് ചെയ്യുന്നതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ബ്രാഹ്മൺസ് ഫാമിലിയിൽ വളരുന്ന കുട്ടിയാണെങ്കിൽ ബ്രാഹ്മൺസിന്റെ കല്യാണം എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ സാധാരണ കല്യാണങ്ങൾ പോലെയല്ല. കുറെ ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ കുട്ടി അത് കണ്ടു വളരാണ്, അല്ലെ? കുഞ്ഞ് ആചാരങ്ങൾ എങ്ങനെയാണ്, കല്യാണം എങ്ങനെയാണെന്നുള്ളത് കുഞ്ഞു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുട്ടി വളരുന്നു. അപ്പൊ അവരുടെ ചിന്തയില് അവന്റെ വീട്ടിലെ ആചാരമാണത്. അതേപോലെ ഇപ്പൊ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ വളർന്ന കുട്ടിയാണെങ്കിൽ ക്രിസ്ത്യൻസ് കല്യാണത്തിന്റെ രീതിയിൽ ഇപ്പൊ നമ്മൾ ആദ്യം മനസ്സമ്മതം, അല്ലെ? നിങ്ങൾക്ക് ആദ്യം മനസ്സമ്മതം അല്ലേ, മനസ്സ് ചോദ്യം, അങ്ങനെയല്ലേ? ആണോ? അതെ. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കല്യാണം, അല്ലെ? അപ്പൊ നിങ്ങളുടെ വീട്ടിൽ വളർന്ന കുഞ്ഞുങ്ങൾ എന്താണ് അത് കണ്ടാളെ? നിങ്ങൾക്ക് മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്താണ് ആദ്യം കല്യാണത്തിന് വധുവിന്റെ അച്ഛനും ഹസ്ബൻഡോ അല്ലെങ്കിൽ വരനുമായിട്ടാണോ ഒരു നിക്കാഹാണ്, അല്ലെ? അതിനും ഒരുപാട് ചടങ്ങുകൾ ഉണ്ട് നിങ്ങൾക്ക്, അല്ലെ? യെസ്. നിങ്ങൾക്ക് താലി കെട്ടാവുന്ന ഒരു പ്രോസസ് ഉണ്ടോ? താലി കെട്ടാവുന്ന ഒരു ചടങ്ങുണ്ടോ? ആയിട്ടില്ല, പക്ഷെ മഹർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് എന്തായാലും മാരേജ് അതല്ലേ മഹർ എന്ന് പറയുന്നത്, അല്ലെ? ഈ മഹറിന് പകരമായി ഞാൻ സ്വന്തമാക്കുന്നു എന്നാ പറയാ. പക്ഷെ ആ മഹർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാപ്പാന്റെ കയ്യിൽ കൊടുത്തിട്ടാണ് പറയാ. പക്ഷെ അത് നോർമലി എല്ലാരും ആ മഹർ വധുവിനുള്ളതാണ്, വധുവാന്ന് ധരിക്കുക. മഹറിന് പകരമായി ഞാൻ നിന്നെ സ്വന്തമാക്കുന്നു എന്നാണ് പറയുക. ഈ മഹർ എന്ന് പറയുന്നത് എന്താ സംഭവം? നിങ്ങൾ താലി എന്ന് പറയുന്നത് എന്താ ഗോൾഡന് കൊടുക്കുക അധികം. ഇപ്പൊ കണ്ടില്ല, എല്ലാവരിലും എന്തെന്താ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്, അല്ലെ? ഓക്കെ. അപ്പോ കുട്ടികൾ ഇതെല്ലാം കണ്ടുകൊള്ളുന്നത്. അതുപോലെ തന്നെ വാല്യൂസ് ആൻഡ് ഐഡിയാസ് ഓരോ ഫാമിലി ലൈഫിലും അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന്റെ ഇടയിൽ പല പല മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നവരുണ്ടാവും, അല്ലെ? പോസിറ്റീവ് വാല്യൂസിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളില് അത്യാവശ്യം എന്താ പറയാ ഫിലോസഫിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്. അതായത് എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവർക്ക് കുറച്ച് ഐഡിയാസ് ഉണ്ടാവും, അല്ലെ? അവരുടെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ആ ഫാമിലി മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇതൊന്നും ഇല്ലാതെ ഒരു ലോജിക്കും ഇല്ലാതെ പോകുന്ന ഫാമിലീസ് ഉണ്ട്, ഓർത്തഡോക്സ് ആയിട്ടുള്ള ഫാമിലീസ് ഉണ്ട്. പക്ഷെ എല്ലാ മൂല്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഇതെല്ലാ കാര്യങ്ങളും തന്നെ ഇപ്പൊ എന്താണ് സെപ്പറേഷൻസ്, ഡെത്ത്, ഡിവോഴ്സ്, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ എന്താ ഫോർട്ട്നെസ്, അല്ലെങ്കിൽ പാരന്റ്സിന്റെ ഫ്രിക്ഷൻ, ഇതെല്ലാം തന്നെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സോഷ്യൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, പ്രത്യേകിച്ച് ഫാമിലിയിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഓക്കെ. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഏറ്റവും നമ്മള് പിയർ ഗ്രൂപ്പ് വരുന്നതിലും കൂടുതൽ ഫാമിലി തന്നെയാണ് ഒരു കുട്ടിയുടെ സാമൂഹ്യവൽക്കരണത്തിന് ഏറ്റവും കൂടുതൽ അടിസ്ഥാനമായിട്ട് സ്വാധീനിക്കുന്ന ഒരു ഘടകമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അതായത് ഫാമിലി. യെസ്. ഇനി നിങ്ങളൊന്ന് പറയാൻ പറ്റുമെന്ന് നോക്കി, പിയർ ഗ്രൂപ്പ് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു, നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റുമോ? പിയർ ഗ്രൂപ്പ്, സമപ്രായക്കാർ എങ്ങനെയാണ് സോഷ്യലൈസേഷനെ സ്വാധീനിക്കുന്നത്? അതില് ഗ്രൂപ്പായിട്ട് ഫുട്ബോൾ കളിക്കുക, ക്രിക്കറ്റ് കളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ സ്കൂളിലൊക്കെ ഒരുമിച്ച് പോകല്. ഓക്കെ. The child is introduced to social world outside his family in many circumstances. അപ്പൊ ഫാമിലി ലൈഫിൽ നിന്ന് മാറുകയാണെങ്കിൽ, അല്ലെങ്കിൽ വീടിന് പുറത്തേക്ക് കിട്ടുന്ന ഒരു ലോകം എന്ന് പറയുന്നത് പിയർ ഗ്രൂപ്പ്സ് ആണ്, അല്ലെ? നമ്മുടെ സമപ്രായക്കാരായിട്ടുള്ള കുട്ടികളാണ്. ഓക്കെ. അതെന്ന് പറയുന്നത് നമുക്കറിയാലോ, വളരെ ഫീൽ ഫ്രീ ആയിട്ടുള്ള ഒരു വേൾഡ് ആണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഫാമിലി എന്തൊക്കെയുണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ട്, കെയറിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്, ലിമിറ്റേഷൻസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ പിയർ ഗ്രൂപ്പ്സിൽ എന്താണ്, റെസ്ട്രിക്ഷൻസ് ഇല്ല, അല്ലെ? അവർ വളരെ ഈസി ഗോയിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്, അവരുടേതായ ലോകം. അതെ. Peer groups satisfy different requirements of the children, such as acceptance, achievement, affection, approval, belongingness, recognition, expression of thought, opinion, etc. ഈ പിയർ ഗ്രൂപ്പ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല ആവശ്യകതകൾ, അതായത് അവർക്ക് എന്തൊരു ആവശ്യം വന്നാലും, അല്ലെങ്കിൽ കൂട്ടുകാരുടെ ആവശ്യം വന്നാല് എന്ത് പ്രശ്നം വന്നാൽ അത് ആക്സെപ്റ്റ് ചെയ്യാനും, അല്ലെങ്കിൽ അവരുടെ നേട്ടത്തിൽ അച്ചീവ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് കൂടെ നിൽക്കാനും, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഗ്യാങ് എന്ന് പറയുന്ന ഒരു അഫെക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു
പ്രത്യേകമായ ഒരു സ്നേഹമാണ് അല്ലെ. നമുക്ക് വളരെ സന്തോഷമാണ് നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരുടെ കൂടുമ്പോൾ. ഫാമിലി മെമ്പേഴ്സിനെ പോലെ അല്ല അത് അല്ലെ. അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലിങ്സ് ആണ് അല്ലെ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ കൂടുന്ന സമയത്ത്. ആ ഒരു അഫെക്ഷൻ. അതേപോലെ തന്നെ നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും അവര് നമുക്കത് അപ്രൂവൽ തരും അല്ലെ. അപ്രൂവൽ എന്ന് പറയാൻ തരാന്ന് പറഞ്ഞാൽ എന്താണ്? പരിഗണന, പരിഗണന. എപ്പോഴും ഒരു നമ്മുടെ കൂടെ തന്നെ നിൽക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ റെക്കഗ്നിഷൻ, മനസ്സിലാക്കുക, പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അതെ. ബിലോങ്നെസ് എന്താണ്? ബിലോങ്നെസ് അല്ലെ, എപ്പോഴും കൂടെ ഉണ്ടാവുക, ഉണ്ടായിരിക്കും. റെക്കഗ്നേഷൻ, റെക്കഗ്നേഷനോ മനസ്സിലാക്കുക. നമ്മൾ അറിയാൻ പറ്റും. നമുക്കൊരു കൂട്ടുകാരന്റെ ഒരു മുഖം പാടിയാലും മറ്റൊരു കൂട്ടുകാരൻ മുഖത്തിന്റെ എന്താ കണ്ണാടി അങ്ങനെയൊന്നും പറയാറില്ലേ നമ്മള്? കണ്ണാടി വേണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ, അത് തന്നെ. ദെൻ എക്സ്പ്രഷൻ ഓഫ് തോട്ട് എന്നാണ് കേട്ടോ. എക്സ്പ്രഷൻ ഓഫ് തോട്ട് എന്നാണ്. THOUGHT. എന്താണ് എക്സ്പ്രഷൻ ഓഫ് തോട്ട് എന്ന് പറയുന്നത്? നമ്മുടെ ചിന്തകൾ അവരോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ തിരിച്ചു നമുക്ക് അവിടെ എന്താണ് പറഞ്ഞത്, ലിമിറ്റേഷൻസ് ഇല്ല ഇവിടെ അല്ലെ. എല്ലാ കാര്യത്തിലും അവര് കൂടെ ഉണ്ടായിരിക്കും. നമുക്ക് ഏത് പൊട്ടത്തരം വേണമെങ്കിലും അവരോട് പറയാൻ പറ്റും. കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പൊട്ടത്തരം പറഞ്ഞാലും ചിരിച്ച് നമ്മളത് തമാശ രൂപത്തിൽ അതങ്ങ് പോയി. പക്ഷെ ഫാമിലി മെമ്പേഴ്സിനോട് നമ്മൾ ഇതേപോലെ പറയാൻ പറ്റുമോ? മുത്തച്ഛനും മുത്തച്ഛനോട് ഇതേപോലെ തമാശ ഒന്നും നമുക്ക് അവതരിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ എന്താണ്, ലിമിറ്റേഷൻ ഇല്ല. ഈസി ഗോയിങ് ആയിട്ടുള്ള ഒരു ഫീൽ ഫ്രീ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് എന്ത് പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ ഇവരുടെ ഈ കടയിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് കണ്ടോ. ആക്സെപ്റ്റൻസ് ഉണ്ട്, അച്ചീവ്മെന്റ് ഉണ്ട്, അഫെക്ഷൻ ഉണ്ട്, അപ്രൂവൽ ഉണ്ട്, ബിലോങ്നെസ്, റെക്കഗ്നേഷൻ, എക്സ്പ്രഷൻ ആൻഡ് ഒപ്പീനിയൻ എക്സെട്ര. ഇൻ കേസ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ എന്താണ് അവരുടെ അഭിപ്രായങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു. അഭിപ്രായങ്ങളെല്ലാം ഒരേപോലെ ആയിരിക്കും അല്ലെ. ഇവരുടെ അഭിപ്രായങ്ങൾ എന്താണ് വ്യത്യസ്തമായിരിക്കില്ല. ഇൻ കേസ് മിക്കത് എന്തായിരിക്കും, ഒരുപോലെ തന്നെ ആയിരിക്കുള്ളൂ. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോഴും അവിടെയും എന്തുണ്ട്, അവിടെ ഒരു സോഷ്യലൈസേഷൻ ആണ് നടക്കുന്നത്. പല ഇപ്പൊ ഒരു ഗ്യാങ് ആയിരിക്കും പിയർ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ 2 പേര് മതി, 3 പേര് മതി, 5 പേര് മതി, ഇത്രയും വന്നാൽ തന്നെ എന്താണ് അവിടെയും സാമൂഹ്യവൽക്കരണം നടക്കുന്നത്. പലരുടെ അഭിപ്രായങ്ങളാണ് അല്ലെ, പലരുടെ സ്നേഹം ഒരുമിച്ച് കൂടുന്ന ഒരു സന്ദർഭമാണ് അവിടെ അല്ലെ. ഓക്കെ, the child pick up the habits and social qualities of his companions. മാത്രമല്ല ഇവർ കൂടുന്ന സമയത്ത് ഓരോ കുട്ടികൾക്കും എന്തുണ്ടാവും, ഗുഡ് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും. നല്ല ശീലങ്ങളുള്ള കുട്ടികൾ ഉണ്ടാവും അല്ലെ. തന്റെ കൂടെയുള്ള കമ്പാനിയൻസിന് നല്ല ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് എടുക്കാറില്ലേ. നമ്മുടെ കൂട്ടുകാരൻ നല്ലൊരു ശീലം ഉണ്ടെങ്കിൽ എനിക്ക് അവനെ പോലെ ആവണം, അവൻ കാണിക്കുന്നത് പോലെ അവൻ നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട്, അതേപോലെ എനിക്ക് പഠിക്കണം നമുക്ക് തോന്നാറില്ലേ. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് അവിടെ നല്ലൊരു ക്വാളിറ്റീസ് ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റി അല്ലെ. യെസ്, അപ്പൊ നമ്മളത് പിക്കപ്പ് ചെയ്യണം. അല്ലെങ്കിൽ അവരിൽ എന്തെങ്കിലും ഉണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞ ശേഷം നമ്മളിലേക്ക് അത് സ്വായത്തമാക്കുകയാണ്. ഓക്കെ, യെസ്. അപ്പൊ പിയർ ഗ്രൂപ്പും എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? സോഷ്യലൈസേഷൻ, അതായത് സാമൂഹ്യവൽക്കരിക്കുന്നതിൽ ഒരു കുട്ടീനെ സ്വാധീനിക്കുന്ന 2 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ആര്? ഫാമിലി ആൻഡ് പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായി. യെസ്. ഇത് പറഞ്ഞ സമയത്ത് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനെയോ കൂട്ടുകാരിയോ മനസ്സിലൊന്ന് ആലോചിക്കാമോ? അപ്പോഴേ ആലോചിച്ചു. ഓക്കെ. എല്ലാവർക്കും ഉണ്ടായിരിക്കും അല്ലെ നല്ലൊരു ഫ്രണ്ട്? 1ാം ക്ലാസ് മുതൽ ഇതുവരെയും ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് എനിക്കുണ്ട്. അതിന് എന്ത് പേരിൽ നമുക്ക് അറിയപ്പെടാം? ലൈഫ് ലോങ് ഫ്രണ്ട്സ് അല്ലെ, ട്രൂ ഫ്രണ്ട്സ് അല്ലെ. ഇനി ലാസ്റ്റ് വൺ, റോൾ ഓഫ് ദ ടീച്ചർ. സാമൂഹ്യവൽക്കരണം സഹായിക്കുന്നതിന് ഒരു കുട്ടിയിലെ സോഷ്യലൈസേഷൻ ഉടലെടുക്കുന്നതിന് ഒരു അധ്യാപികക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും നോക്കാം. A teacher should arrange informal social functions in which students may come closer to each other and have an opportunity to understand interests and aspirations of each other. The teacher should arrange informal social functions. എന്താണ് ഇൻഫോർമൽ സോഷ്യൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്? അനൗപചാരിക സാമൂഹിക പ്രവർത്തനങ്ങൾ. എന്തൊക്കെയാണത്? ഇതൊക്കെയായിരിക്കും. എങ്ങനത്തെ പ്രോഗ്രാംസ് ടീച്ചറിന് അറേഞ്ച് ചെയ്യാൻ പറ്റും? കുട്ടികളുടെ ഇൻട്രസ്റ്റും ആസ്പിറേഷൻസ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ടീച്ചേഴ്സിന് കൊടുക്കാൻ പറ്റും? സൊസൈറ്റി റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ കൊടുക്കാൻ പറ്റും? ടീം വർക്ക് കൊടുക്കാൻ പറ്റും. ഈ ഇൻഫോർമൽ സോഷ്യൽ ഫങ്ഷൻസിൽ വരുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അനൗപചാരിക സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ് എന്തൊക്കെയാണ്? ടീം വർക്കുകൾ അല്ലെ. ടീം വർക്ക് എന്ന് പറഞ്ഞാൽ ഒരാളാണോ അവിടെ ചെയ്യുന്നത്? അല്ല അല്ലെ, ഒന്നിൽ കൂടുതൽ കുട്ടികൾ വരുന്നുണ്ട് അവിടെ. യെസ്. ദെൻ അതേപോലെ തന്നെ എന്താണ്
ടീം എബിലിറ്റി ആക്ടിവിറ്റീസ്. ടീം അത് തന്നെയാണ് ടീം വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ടീമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നിൽ കൂടുതൽ കുട്ടികളായിട്ട് ആക്ടിവിറ്റീസുകൾ കൊടുക്കും. ഓക്കെ, പിന്നെന്താണ്, അതായത് സൊസൈറ്റിയുടെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അതേപോലെ നമ്മൾ ഡിബേറ്റ് സെഷൻ അല്ലെങ്കിൽ ഡിബേറ്റ് അല്ലെങ്കിൽ എന്താണ്, ഡിബേറ്റിന് പകരം മറ്റൊരു പേര് പറയുന്നത് നമ്മൾ ഡിസ്കഷൻ കൊടുക്കാറുണ്ട് അല്ലെ, ഏതെങ്കിലും ഒരു ടോപ്പിക്കായി ബന്ധപ്പെട്ടപ്പോൾ സൊസൈറ്റിയിൽ ഏറ്റവും പ്രാധാന്യമുള്ള ടോപ്പിക് കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് അല്ലെ. ഏറ്റവും പ്രധാനമുള്ള ഒരു ടോപ്പിക് ഏതാണ്? സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയെ കുറിച്ചിട്ടുള്ളത് ചോദിക്കുക. അത് കുട്ടികൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. അപ്പൊ അവിടെ എല്ലാവരും ഒരു ടീമായിട്ട് മാറുകയും ടീച്ചർ അതിനെ നടക്കുന്നത് കോർഡിനേറ്റ് ചെയ്തിട്ട് കുട്ടികൾ അവരുടെ അഭിപ്രായങ്ങൾ ഒരുമിച്ച് ആലോചിച്ചതിന് ശേഷം പല അഭിപ്രായങ്ങളാണ് അവർ കുട്ടികൾ എന്ത് ചെയ്യുന്നത്. അപ്പൊ ഡ്രഗ്സിനെ പറ്റിയാണെങ്കിൽ എന്താണ് കുട്ടികൾ അത് ഷംന, ഷാഫി കേൾക്കാമോ? സോറി കേട്ടോ, ഞാൻ MT9 ആണെന്ന് ഓർത്താണ് വെച്ചത്. ഷംന അല്ല കേട്ടോ, സോറി കേട്ടോ. ഷംന പേടിച്ചു വിട്ടുണ്ടോ? ആണോ? ഓക്കെ, അപ്പൊ ഡിസ്കഷൻസ്, ഡിബേറ്റ്സ്, അങ്ങനെ സോഷ്യലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ടീം വർക്കുകൾ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഡിസ്കഷൻ മാത്രമല്ല, ക്ലാസ്സിൽ മറ്റെന്ത് കാര്യങ്ങൾ നമുക്ക് എന്താണ് ടീമായിട്ട് ടീച്ചേഴ്സിന് അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ എന്തൊക്കെയാണ്? Arrange excursions and trips to provide more opportunity for informal conversions and close contact. Arrange excursions and trips. എന്താണ് arrange excursions and trips എന്ന് പറയുന്നത്? ടൂറുകൾ അല്ലെങ്കിൽ എക്സ്കർഷൻസ് കണ്ടക്ട് ചെയ്യുക. അത് എന്തിനുള്ള ഓപ്പർച്യൂണിറ്റി ആണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്? കുട്ടികൾ തമ്മിലുണ്ടാകുന്ന കോണ്ടാക്ട് ബിൽഡ് ചെയ്യണം. അതായത് അടുത്ത സമ്പർക്കം, അതായത് ക്ലോസ് കോണ്ടാക്ട് അല്ലെങ്കിൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു പരസ്പരം ശരിക്കും പറഞ്ഞാൽ ടൂർ പോകുന്ന സമയത്താണ് നമ്മൾ ചിലപ്പോൾ മിണ്ടാത്ത കുട്ടികളോട് പോലും ആ ഒരു സമയത്ത് മിണ്ടി പോകുന്നത് അല്ലെ. യെസ്, ആ ഒരു അടുപ്പൊക്കെ സമയം അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം അല്ലെങ്കിൽ ഇന്ററാക്ഷൻസ് ഒക്കെ വരുന്നത് എക്സ്കർഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് സൊസൈറ്റിയിലോട്ട് കൂടുതലായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ക്ലാസ്സിലിരുന്ന് മിണ്ടാത്തവരായിരിക്കും, ക്ലാസ്സിൽ അത്രയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരായിരിക്കും. പക്ഷെ ഒരു പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്താണ്, ടീച്ചറുടെ അവസരം കൊടുക്കുന്ന സമയത്ത് അവർക്ക് പരസ്പരം മിങ്കിൾ ചെയ്യാനായിട്ടൊരു അവസരം കിട്ടാണ്. ഓക്കെ, അവിടെയൊക്കെ എന്താണ് ആ സോഷ്യൽ കോണ്ടാക്ട് ഇവിടെ നടക്കുന്നുണ്ട്. Then organize group games. നമ്മളെ ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലെ അല്ലല്ലേ ടൂർ പോകുമ്പോ അല്ലെ, കുറച്ചും കൂടി നമ്മൾ റിലാക്സ്ഡ് ആണ്, അതൊരു ഫീൽ ഫ്രീ ആണ് ആ ഒരു സമയത്ത്. ഓക്കെ, ഓർഗനൈസ് ഗ്രൂപ്പ് ഗെയിംസ് ആൻഡ് അതർ ആക്ടിവിറ്റീസ് ടു ട്രെയിൻ ചിൽഡ്രൻ ടു ടേക്ക് പാർട്ട് ഇൻ സോഷ്യൽ ആക്ടിവിറ്റീസ്. എന്താണ് ഇത്? ഗ്രൂപ്പ് ഗെയിംസിൽ അധ്യാപകർ എന്ത് കൊടുക്കാൻ സാധിക്കും? ഗ്രൂപ്പ് ഗെയിമുകൾ കുട്ടികൾക്ക് കൊടുക്കാം. അതേപോലെ തന്നെ എന്താണ് മറ്റ് ആക്ടിവിറ്റീസുകളൊക്കെ കൊടുത്ത്, അതായത് സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ കൊടുത്ത് എന്താണ് കുട്ടികളെ ആ ഒരു പാർട്ടിസിപ്പേഷൻ അതിലേക്ക് കൊണ്ടുവരും. ഇപ്പൊ ഗെയിമൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ എല്ലാവരും പങ്കെടുക്കും അല്ലെ. നമ്മളിപ്പോ ബോൾ പാസിങ് അല്ലെങ്കിൽ എന്താണ് വടംവലി അല്ലെങ്കിൽ തുടങ്ങി എന്തെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ പറ്റുന്ന തരത്തിലുള്ള പ്രോഗ്രാംസ് അല്ലെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ, ഗെയിം കൊടുക്കുമ്പോ അല്ലെങ്കിൽ നമ്മുടെ സ്പൂൺ റൈസ് അല്ലെ, ലെമൺ റൈസ് ഒക്കെ, ലെമൺ റൈസ് ഇല്ലല്ലോ, സ്പൂൺ റൈസ് കൊടുക്കാമല്ലോ നമ്മള്, ബലൂൺ ബ്ലാസ്റ്റിംഗ്, അതൊക്കെ. യെസ്, എന്ത് കൊടുത്താലും എന്ത് വരും അവിടെ ആ ഒരു സോഷ്യൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അവിടെ ബോണ്ടിങ് അവിടെ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഗ്രൂപ്പ് ഗെയിംസിൽ ടീച്ചർ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസിലും കൊടുക്കണം. Then teachers must make sure that a safe and healthy social environment in which the children may emit desirable values of freedom, quality, integrity, honesty, etc. ഇനി ടീച്ചേഴ്സ് കുട്ടികൾക്ക് എങ്ങനെയുള്ള ഒരു പരിസ്ഥിതിയാണ് ഒരുക്കി കൊടുക്കേണ്ടത്? എങ്ങനെയുള്ള ഒരു പരിസ്ഥിതിയാണ് ഒരുക്കി കൊടുക്കേണ്ടത്? അതായത് സുരക്ഷിതത്വവും ആരോഗ്യകരവുമായിട്ടുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം അധ്യാപകർ ഉറപ്പാക്കണം. എങ്ങനെയുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം ആയിരിക്കണം വേണ്ടത്? ഇങ്ങനെയുള്ളതായിരിക്കണം. അതായത് ഇവിടെ ഇമ്മീറ്റ് ഡിസൈറുകൾ എന്ന് പറയുന്നത് ഉൾക്കൊള്ളേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളേണ്ടതെന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. ഇൻപൈപ്പ് എന്ന് പറയുന്നത് ഉൾക്കൊള്ളേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ്? വാല്യൂ ഓഫ് ഫ്രീഡം അല്ലെ. വാല്യൂ ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാതന്ത്ര്യം അല്ലെ, സ്വാതന്ത്ര്യത്തിന്റെ വാല്യൂസ്. ദെൻ ക്വാളിറ്റി എന്താണ്? ഗുണനിലവാരം. ഇന്റഗ്രിറ്റി സമഗ്രത. ഓണസ്റ്റി എന്താണ്? സത്യസന്ധത. അതായത് ഇത്തരം വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു സേഫ് ആയിട്ടും സാമൂഹ്യമായിട്ടുള്ള ഒരു പരിസ്ഥിതി ആയിരിക്കണം ആരൊരുക്കി കൊടുക്കേണ്ടത്? അധ്യാപകരെ ഒരുക്കി കൊടുക്കേണ്ടത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ സ്വാതന്ത്ര്യം, ഗുണനിലവാരം, സമഗ്രത, സത്യസന്ധത തുടങ്ങിയ
അഭികാമ്യമായിട്ടുള്ള ഈ മൂല്യങ്ങൾ അല്ലെ, ഈ എല്ലാ മൂല്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സുരക്ഷിതത്വവും സാമൂഹ്യമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കണം അധ്യാപകരെ കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ പോയിന്റ്? ഓക്കെ മാം. Yes. Then community activities like camps, common meals, social service, etc. should be regularly arranged. കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് കൊടുക്കാൻ നമുക്ക് ക്യാമ്പുകൾ സംഘടിപ്പിക്കാറില്ല നമ്മുടെ സ്കൂളുകളിൽ. അതെന്തിന്റെ ഭാഗമായിട്ടാണ്, സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതൊക്കെ സംഘടിപ്പിക്കുന്നത്. കുട്ടികളെ സൊസൈറ്റി അവയർനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒത്തുചേരലിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരം പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുന്നത്. പല രീതിയിലുള്ള ക്യാമ്പുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട് അല്ലെ. അതേപോലെ കോമൺ മീൽസ് എന്താണ്, പൊതുവായ ഭക്ഷണശാലകൾ കൊടുക്കാറുണ്ട് അല്ലെ, ഭക്ഷണങ്ങൾ കൊടുക്കാറില്ലേ. ചിലപ്പോ നമ്മള് വയോജനങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് കോമൺ മീൽസ് കൊടുക്കാറുണ്ട് അല്ലെ, അല്ലെങ്കിൽ അങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഏതെങ്കിലുമൊക്കെ ഒരു ചാരിറ്റി ഒക്കെ കേന്ദ്രീകരിച്ചിട്ട് നമ്മൾ അത് അത്തരത്തിലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെന്താണ്, സോഷ്യൽ സർവീസ്. ഇതെല്ലാം എന്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്, സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ട് നടക്കുന്ന കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ ഇതൊക്കെ എന്താണ്, അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇത് റെഗുലർ ആയിട്ട് അവര് അറേഞ്ച് ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് സോഷ്യൽ സർവീസ് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ്, പ്രത്യേകിച്ച് ക്യാമ്പുകള്, കോമൺ മീൽസ് തുടങ്ങിയ പരിപാടികള് അധ്യാപകര് അറേഞ്ച് ചെയ്ത് റെഗുലറായിട്ട് അറേഞ്ച് ചെയ്യുന്നത് വഴി എന്താണ്, കുട്ടികളിലെ സോഷ്യലൈസേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ കോമൺ മീൽസ് ഒക്കെ കൊടുക്കുമ്പോൾ ചില കുട്ടികളോട് നമുക്ക് ഓരോരോ വിഭവങ്ങൾ പറയാം അല്ലെ. ഇപ്പൊ ചിലപ്പോ ഒരു 10 വയോജനങ്ങളുള്ള സ്ഥലങ്ങളാണെങ്കിൽ, 20 വയോജനമുള്ള സ്ഥലങ്ങളാണെങ്കിൽ, 50 പേരുള്ള ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ എന്താണ്, ഓരോ പേര് ഇത്ര പേര് ഓരോ കറികൾ അല്ലെങ്കിൽ ചോറ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്താണ് അങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ സ്പോൺസേഴ്സ് ഉണ്ടെങ്കിൽ അത് വഴി നമുക്ക് സ്കൂളിന്റെ ഭാഗമായിട്ടൊക്കെ അങ്ങനെ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അതൊക്കെ ഒരു നല്ല കാര്യമല്ലേ. അതേപോലെ തെരുവോരങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ്, ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത്, ഞാൻ ഹരസ്ലാം പഠിച്ചത്. അപ്പൊ ഫ്രൈഡേ എപ്പോഴാണെന്ന് അറിയില്ല, എനിക്ക് അങ്ങനെ ഒരാളെ കണ്ടപ്പോ അയാൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ ഭയങ്കര വിഷമം തോന്നി. അത് ഫസ്റ്റ് ഇയർ കഴിയുന്ന സമയമായ സമയത്താണ് കേട്ടോ. അന്ന് ഇപ്പൊ ഞാൻ ചോറ് കഴിക്കുമ്പോ കുറേയൊക്കെ കൊണ്ട് കളയുമായിരുന്നു, കാരണം ഒരുപാട് ഭക്ഷണം ഉണ്ടാവുമായിരുന്നു. അപ്പൊ കുറെ ഇങ്ങനെ കുത്തി നിറച്ച് എന്തിനാണ് ആവശ്യമില്ലാത്തൊക്കെ കളയുന്നത്. അപ്പൊ ഒരു ദിവസം ഞാൻ ഭക്ഷണം വേണ്ടാണ്ട് കളഞ്ഞ് അന്ന് ഉച്ചയ്ക്ക് ശേഷം സ്ട്രൈക്ക് ആയിരുന്നു, ക്ലാസ് ഉണ്ടായില്ല. തിരിച്ചു വരുന്ന സമയത്ത് ഒരാള് കൈയില്ല, ആളിങ്ങനെ കിടന്നിട്ട് വിശക്കണം എന്ന് പറയാണ്. ബസ്സിൽ ഇരുന്നിട്ട് നമുക്ക് താഴെ സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ പോവുകയാണല്ലോ, ഇവിടെ ബ്രോഡ്വേയുടെ ആ സൈഡിലൊക്കെ ആയിട്ട്. അപ്പൊ അയാൾ പറയുന്ന കേട്ടപ്പോ ഭയങ്കര വിഷമം തോന്നി. അപ്പൊ തോന്നിയൊരു തോന്നലാണ്, പിന്നീട് എല്ലാ ഫ്രൈഡേസും, എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും പറ്റില്ലെങ്കിലും എല്ലാ ഫ്രൈഡേ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. പൊതിച്ചോറ് ക്ലാസ് തീരുന്നത് വരെയും അതങ്ങനെ കൊടുക്കാൻ പറ്റിയെന്ന് എനിക്ക്. അപ്പൊ ആ സമയത്ത് ആരെയാണോ ഉച്ചയ്ക്ക് കാണുന്നത്, ആരാണെങ്കിലും അവർക്ക് കൊടുക്കും. അപ്പൊ ആ സമയത്ത് ആരെങ്കിലും ഒക്കെ, കുട്ടികളാണെങ്കിലും പ്രായമുള്ളവർ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ഒരു പൊതിച്ചോറ്. അത് പക്ഷെ ഒരു പൊതിച്ചോറ് കൊടുത്താൽ അവർ കുറെ പേര് ഒരുമിച്ചാണ് അത് കഴിക്കുന്നത്. 3-4 പേര് ഒരുമിച്ച് ഇരുന്ന് കഴിക്കുന്നത് നമുക്കത് കാണാം. അപ്പൊ അതുപോലെ എന്ത് ആക്ടിവിറ്റിയാണ്, അതൊന്നും സോഷ്യൽ സർവീസസ് ആണ്. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യം. അപ്പൊ അങ്ങനെ ചെയ്യണം കേട്ടോ, അങ്ങനെയൊക്കെ പറ്റുന്നവരാണെങ്കിൽ. നമ്മുടെ ക്ലാസ്സില് ഒരു MT7 ഒരു കുട്ടി ഉണ്ടായിരുന്നു, സ്മിത എന്ന് പറയുന്ന. സ്മിത ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കും. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടാന്ന് അറിയില്ല, ഫ്രീ ആയിട്ടാണ് ട്യൂഷൻ കൊടുക്കുന്നത്. ആളുടെ വീട്ടിൽ പക്ഷെ പ്രത്യേകിച്ച് കാശോ അങ്ങനെ ഒന്നും ആളുള്ള ആളല്ല, അറിവുണ്ട്, പഠിപ്പിക്കാൻ അറിയാം. അപ്പൊ ഫ്രീ ആയിട്ടാണ് കുട്ടി കുറെ നാള് ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നത്. പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോ എന്താണ്, സ്മിത കുറച്ചും കൂടി എന്താണ് ഒരു നല്ലൊരു ജോലി കിട്ടി, ഗവൺമെന്റ് സർവീസിൽ കയറിയും സ്വന്തമായിട്ട് ഒരു ട്യൂഷൻ സെന്റർ ഇടാനും അതേപോലെ തന്നെ കുറെ പേർക്ക് ഫ്രീ ആയിട്ട് ഇപ്പോഴും ട്യൂഷൻ കൊടുക്കാനായിട്ട് ആ കുട്ടിക്ക് പറ്റിയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഇറങ്ങാൻ ശ്രമിക്കണം കേട്ടോ. അപ്പൊ അത് ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട് നമ്മുടെ കൂടെ. ഓക്കെ ശന്ന. യെസ്, നെക്സ്റ്റ്, stories depicting self-sacrifices made by great men for the cause of general good may be taught to children so that they are motivated to rise above petty gains and work for the betterment of humanity. Stories depicting self-sacrifices made by great men. എന്താണ്, നമ്മുടെ പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം സഹിച്ച കുറെ മഹാന്മാരുണ്ട് അല്ലെ. ആരൊക്കെയായിരുന്നു അത്? പ്രധാനമായിട്ടും ഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഭഗത് സിംഗ് തുടങ്ങി ഒട്ടനവധി പേര് അല്ലെ. കേരളത്തിലാണെങ്കിലും എന്താണ് നമുക്ക് നവോത്ഥാന നായകന്മാരുണ്ടല്ലേ, ശ്രീനാരായണ ഗുരു തുടങ്ങി ചട്ടമ്പി സ്വാമികൾ, അങ്ങനെ
പൊതുനന്മയ്ക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ. യെസ്. അപ്പോൾ അത്തരം പ്രഗത്ഭരായ വ്യക്തികളുടെ കഥകൾ അല്ലെങ്കിൽ അവരുടെ ആത്മത്യാഗങ്ങൾ ചിത്രീകരിക്കുന്ന തരത്തിലുള്ള കഥകള് അല്ലെങ്കിൽ എന്താണ് അത്തരത്തിലുള്ള കവിതകളോ കഥകളോ ഒക്കെ എന്താണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അതുവഴി നമുക്ക് എന്ത് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും? അതായത് നല്ലൊരു മാനവികതയെ ഉന്നമനത്തിനായിട്ട് കുട്ടികളെ പ്രേരിപ്പിക്കാനുണ്ട്. അതായത് ഇവരെ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എന്താണ് കുട്ടികളിൽ ആ ഒരു തീക്ഷ്ണത അല്ലെങ്കിൽ ആ ഒരു എന്താണ് സൊസൈറ്റിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു തോന്നല് കുട്ടികളില് ഉടലെടുക്കും. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനോടുള്ള സ്നേഹമെങ്കിൽ കുട്ടികൾക്ക് എന്താണ് ഇത്തരം സ്റ്റോറീസുകൾ പഠിക്കുന്നതിലൂടെ അവർക്ക് ഹ്യൂമാനിറ്റി എന്താണ്, മാനവികതയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാവും. അപ്പൊ അധ്യാപകർക്ക് മാത്രം ഇത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. ഇത്തരം മഹാന്മാരുടെ കഥകളായാലും കവിതകളായാലും എന്താണ് നമ്മളത് പറഞ്ഞു കൊടുക്കുക. അതുവഴി എന്ത് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും? ഹ്യൂമാനിറ്റി. യെസ്, മാനവികതയുടെ ഉന്നമനത്തിനായിട്ട് കുട്ടികളെ അത് പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ അതൊക്കെയാണ് എന്താ റോൾ ഓഫ് ദി ടീച്ചർ എന്ന് പറയുന്നത്. സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ട് അധ്യാപകന്റെ പ്രധാന റോൾ എന്ന് പറയുന്നത് എന്താണ്? ഇൻഫോർമൽ സോഷ്യൽ ഫങ്ഷൻസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്താം, പരിപാടികൾ കൊടുക്കാം, അല്ലെങ്കിൽ കുട്ടികളുടെ താല്പര്യങ്ങൾ അനുസരിച്ചുള്ള പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്നത്. എക്സ്കർഷൻസ്, ട്രിപ്സ്, അത് എക്സ്കർഷൻസും ട്രിപ്സ് ഒക്കെ കൊടുക്കുന്ന വഴി എന്താണ് കുട്ടികൾ തമ്മിലുള്ള അടുത്ത സമ്പർക്കം പുലർത്താനായിട്ട് സാധിക്കുന്നു. പിന്നെ ക്യാമ്പുകള് അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസുകൾ ഓർഗനൈസ് ചെയ്യുക. പിന്നെ എന്താണ് എങ്ങനെയുള്ള എൻവയോൺമെന്റ് ആയിരിക്കണം ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? സേഫ് ആൻഡ് അല്ലെ, സേഫ് ആൻഡ് ഹെൽത്തി സോഷ്യൽ എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക. എന്തൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, എന്തൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എൻവയോൺമെന്റ് ആയിരിക്കണം? ഫ്രീഡം, ക്വാളിറ്റി, എക്സെട്ര. പിന്നെ സോഷ്യൽ സർവീസസ് അല്ലെ, കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിൽ പ്രൊവൈഡ് ചെയ്യുക, ക്യാമ്പുകള്, കോമൺ മീൽസ് തുടങ്ങിയ പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുക. റെഗുലർലി അറേഞ്ച് ചെയ്യണമെന്നാണ് പറയുന്നത് കേട്ടോ. റെഗുലർലി അറേഞ്ച് ചെയ്യുക. ദെൻ സ്റ്റോറീസ് ഡെപ്പിസിറ്റിംഗ് സെൽഫ്, അതായത് മഹാന്മാരുടെ കഥകള് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന വഴി അവർക്ക് ഹ്യൂമാനിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് കുട്ടികൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഒരു സാമൂഹ്യവൽക്കരണത്തിന് ഏറ്റവും കൂടുതൽ അധ്യാപകർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് പ്രോഗ്രാംസുകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഒരു അധ്യാപകന്റെ റോൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഓക്കെ, മനസ്സിലായോ? അധ്യാപകരുടെ മേഖലയിൽ ടൂറൊക്കെ പോകുമ്പോൾ നമ്മൾ ഗൈഡിനെ ഒക്കെ വയ്ക്കും അവര്. അപ്പൊ നമുക്ക് ആ സ്ഥലത്തിനെ പറ്റിയും ബിൽഡിങ്ങിനെ പറ്റിയൊക്കെ പറഞ്ഞു തരും. നമ്മൾ ആരും അങ്ങനെ ചെയ്യില്ലാത്തതൊന്നും അറിയില്ല. കൂടുതൽ ഹിൽ പാലസിൽ പോയിട്ട് ഓരോ ഫുള്ള് ടൈലില്ല, ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കിയ ടൈലാന്നൊക്കെ പറഞ്ഞ ഗൈഡ് പറയാൻ ഓർക്കുന്നുണ്ട്. സ്വന്തം പോകുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലല്ലോ. അതെ, ശരിയാണ്. അതാണ് നമ്മള് ഹിസ്റ്റോറിക് ഇവിടെ പറയാമെന്ന് പറഞ്ഞൊരു പോയിന്റ് ആട്ടെ. ഹിസ്റ്റോറിക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലേസിൽ നമുക്ക് എന്ത് കൊണ്ടുപോകാം? കുട്ടികളെ ട്രിപ്പിന് കൊണ്ടുപോകാം അല്ലെ. അപ്പൊ ട്രിപ്പിന് കൊണ്ടുപോകുക മാത്രമല്ല നമുക്ക് അതിനെ കുറിച്ച് പറയാൻ നമുക്ക് പറ്റണം അല്ലെ. എന്താണ് ഇപ്പൊ ഹിൽ പാലസ് ആണെങ്കിൽ ഹിൽ പാലസിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. അവിടെ ആരായിരുന്നു ഭരിച്ചിരുന്നത്, എന്താണ് തൃപ്പൂണിത്തുറ പാലസിന്റെ ഒരു ഉള്ളടക്കം എന്താണ്, അതിന്റെ ഹിസ്റ്ററി എന്താണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇതെല്ലാം എന്തിന്റെ ഭാഗമായിട്ടാണ്? സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ട്രിപ്സും ഈ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത്. ഓക്കെ, ഇതിനെല്ലാം പ്രാധാന്യം ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ മ്യൂസിയം, സൂ, ഇതൊക്കെ എന്താണ് ഇതൊക്കെ കൊണ്ടുപോകുന്നത് സോഷ്യൽ സർവീസ് അല്ലെങ്കിൽ ഈ സോഷ്യൽ ഫങ്ഷൻസിന്റെ ഭാഗമായിട്ടാണ്. ക്ലിയർ ആണോ അത് ചാപ്റ്റർ? യൂണിറ്റ് 3 കഴിഞ്ഞു. സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ്. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റിന്റെ നോട്ട് കിട്ടിയാണ് നിങ്ങൾക്ക്? മോക്ക് ടെസ്റ്റ് കിട്ടിയായിരുന്നോ? സെക്കൻഡ് കിട്ടി. യെസ്. നെക്സ്റ്റ് യൂണിറ്റ് 4 ആണ്. ഇവിടെ ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോന്ന് അറിയില്ല. നിങ്ങളോട് ഈ 5 പോയിന്റ്സും ബൈഹാർട്ടായി പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇമോഷൻസിന്റെ ഭാഗത്ത് ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് പ്രീ സ്കൂൾ ഇയേഴ്സിലെ പറഞ്ഞില്ലേ? 5 പോയിന്റ്സും പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ഇനി യൂണിറ്റ് 4 ഇപ്പൊ എടുക്കുന്നില്ല. ഇതില് ഒരു തിയറി, 2-3 തിയറി വരുന്നുണ്ട്. അതില്
ചില ഭാഗങ്ങൾ മാത്രമേ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളൂ. അതായത് പിയാഷയുടെ തിയറി പഠിച്ചവരുണ്ടാവാം, വേർഡ് കഴിഞ്ഞവരുണ്ടെങ്കിൽ അറിയാൻ പറ്റും. പിയാഷയുടെ തിയറി ഉണ്ട്, നമുക്ക് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റൽ തിയറി ഉണ്ട്. ആ തിയറിയുടെ ഒരു സ്റ്റേജ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ഒരു സ്റ്റേജ് മാത്രമേ ഉള്ളൂ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ശരിക്കും അതിനൊരു 4 സ്റ്റേജ് ഉണ്ട്. 3ാമത്തെ സ്റ്റേജ് മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. 4 സ്റ്റേജും നിങ്ങൾ ഒരു അധ്യാപികയാകാൻ പോകുന്നതിന് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ അത് അറിഞ്ഞിരിക്കേണ്ടത് എനിക്ക് ഇമ്പോർട്ടന്റ് ആണ്. അല്ല, ഞാൻ അതിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് ഞാൻ ആ 4 സ്റ്റേജ് നിങ്ങളെ പഠിപ്പിച്ചു തരും. ഓക്കെ, അതായത് ഒരു കോൺക്രീറ്റ് സ്റ്റേജ് എന്ന് മാത്രം ഒരു സ്റ്റേജ് മാത്രം നിങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല. ഞാൻ എല്ലാ ക്ലാസ്സിലും അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ തിയറിക്ക് വേണ്ടി ഒരു ക്ലാസ് പോകും നമ്മളെ. അപ്പൊ തിയറി പഠിച്ചിരിക്കണം. നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും ഓരോ കുട്ടിയുടെ ഓരോ സ്റ്റേജിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് കുറച്ചും കൂടി. ഇപ്പൊ റസ്മിന് പറഞ്ഞില്ലേ, ഇത് പഠിച്ചു കഴിഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു മോണ്ടിസോറിയില്. അതിനേക്കാൾ കുറച്ചും കൂടി മുകളിലേക്ക് വരും നമ്മൾ സൈക്കോളജിയിലേക്ക് കിടക്കുന്ന സമയത്ത് ഒരു കുട്ടി എന്താണ്, നമ്മുടെ വീട്ടിലെ കുട്ടീനോട് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഇതാണോ ഈ സ്റ്റേജിൽ ഇവന് ഇങ്ങനെ കാണിക്കുമെന്ന് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യും. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ഒരുപാട് മാറും. കുട്ടികളോടുള്ള ഒരു അപ്രോച്ചസിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ആ സ്റ്റേജസിനെ പറ്റി അടുത്ത ക്ലാസ് അല്ല. അപ്പൊ നമ്മൾ ആ 4 സ്റ്റേജസ് പഠിപ്പിച്ചു തരും കേട്ടോ. അപ്പൊ 4 സ്റ്റേജിലും ഓരോ ഏജ് വരുന്നുണ്ട്. 0 to തുടങ്ങി 11 വയസ്സ് വരെയുള്ള ഒരു സ്റ്റേജ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഓരോ സ്റ്റേജിലും ഓരോ ഏജിൽ വരുന്നുണ്ട്. ആ ഏജ് കാണാതെ പഠിച്ചു വെക്കണം. ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതായത് ഈ പേര് പഠിക്കാതെ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഒരിക്കലും ഇടാൻ പറ്റില്ല. അത് തന്നെ മെയിൻ കാര്യം. കാരണം കുറച്ചൊരു ഭാഗം വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഇടാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തായാലും മോണ്ടിസോറി യാത്രയിൽ നിങ്ങൾ സൈക്കോളജി പഠിക്കുന്നുണ്ട്. പഠിക്കുമ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ആയി. നിങ്ങൾ ഇനി സെപ്പറേറ്റ് ആയിട്ട് ആരെങ്കിലും പോയി സൈക്കോളജി പഠിക്കുമോ? പോയി പഠിക്കുമോ നിങ്ങള്? ഇല്ല, പഠിക്കാൻ പോകുന്നില്ല അല്ലെ? താല്പര്യമുള്ളവർക്ക് പഠിക്കാൻ, ഇല്ലാത്തവര്. ഓക്കെ, അപ്പൊ ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്ത് ഞാൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഞാൻ എല്ലാ ക്ലാസ്സിലും അത് കൊടുക്കാറുണ്ട് കുട്ടികളോട്. അത് പറഞ്ഞിട്ട് തന്നെ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കില്ല ടീച്ചർ ഇതിൽ കൊടുത്തിട്ടില്ലല്ലോ, പിന്നെ എന്താ നിങ്ങൾ പഠിക്കുന്നതെന്ന്. പക്ഷെ 4 സ്റ്റേജ് അറിയാതെ ഒരു കുട്ടിക്ക് 4 സ്റ്റേജ് ഉണ്ട്. 3ാമത്തെ സ്റ്റേജ് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചിട്ട് കാര്യം ഉണ്ടാവും ഇല്ല. യെസ്, അപ്പൊ എന്താണ് 4 സ്റ്റേജ് നിങ്ങൾ അറിയണം. എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ട് ഞാനത് പഠിപ്പിച്ചു തരും. പഠിച്ചേ മതിയാവും കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഈ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്താണെന്നൊന്ന് വായിച്ചിട്ട് ഫസ്റ്റ് പാരഗ്രാഫ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോരാ. ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ടോ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്? ഇല്ല. എന്തായിരിക്കും കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? വൈജ്ഞാനിക വികസനം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? വൈജ്ഞാനിക വികസനം, ഈ ബുദ്ധി വികസനം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, എന്താണെന്നൊന്നും അറിയില്ല. നമ്മൾ ഇതുവരെയും പഠിച്ച ചാപ്റ്റേഴ്സ് പോലെയല്ല, ഇത് ഇച്ചിരി ഒന്ന് നമ്മൾ ചിന്തിച്ച് പഠിക്കേണ്ട ഒരു ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. ഒരു ചാപ്റ്റർ ആണ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അതിന്റെ തിയറി ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഒന്ന് ശ്രദ്ധിച്ചു പോകാം ക്ലാസ്സിൽ. അതുകൊണ്ട് ഇന്ന് എടുക്കുന്നില്ല. ഫ്രഷ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഓക്കെ, മൺഡേയിൽ എടുക്കുന്നുള്ളൂ. അതിൽ തന്നെ ബ്രൂണറുടെ ഒരു തിയറി വരുന്നുണ്ട്, പിയാഷെ എന്ന് പറയുന്ന ഒരാളുടെ പേരാണ് കേട്ടോ. സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പേരാണ് ജീൻ പിയാഷെ. സ്പെല്ലിംഗ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല. സ്പെല്ലിംഗ് നോക്കിയേ, കണ്ടോ? സ്പെല്ലിംഗ് കണ്ടോ? നോക്കിയേ, കണ്ടോ? പിയാഷെ. അതങ്ങനെ തന്നെയാണ് വായിക്കുന്നത് കേട്ടോ. പിയാഗെറ്റ്സ് എന്നാണോ നിങ്ങൾ വായിച്ചത്? പിയാഗെറ്റ്സ് അല്ല, പിയാഷെ എന്നാണ് കേട്ടോ. പിയാഷയുടെ തിയറിയാണ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ കൂടിയാണ് കേട്ടോ. ഇതിൽ നിന്നാണ് ഒരുപാട് ചോദ്യങ്ങൾ അങ്ങാട് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ശ്രദ്ധിച്ച് പഠിക്കണം. അത്ര ഇമ്പോർട്ടൻസ് ചാപ്റ്ററിന് കൊടുത്തു വേണം. ഓക്കെ, ദെൻ ഇവിടെ ബ്രൂണറുടെ ഒരു തിയറി വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തിയറി ജെറോമസ് ബ്രൂണർ. അദ്ദേഹത്തിന്റെ തിയറിയിൽ 3 സ്റ്റേജ് പറയുന്നുള്ളൂ നമുക്ക്. അത് ഇമ്പോർട്ടന്റ്. അത് കുറച്ച് സിമ്പിൾ ആണ്. ഇത് കുറച്ച് കുഴപ്പമില്ല, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റൽ തിയറി പിയാഷെയുടെ തിയറിയിലായിരിക്കും കുറച്ചൊരു ഡിഫിക്കൽട്ട് ഉണ്ടാവുക. എങ്കിലും അത് വളരെ ഈസി ആയിട്ട് സ്പൂൺ ഫീഡ് പോലെ തന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ആരും പേടിക്കൊന്നും വേണ്ട. ഞാൻ ഈ പൊലിപ്പിച്ച് പറയുമെങ്കിൽ ഇത് ഇത്ര ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത്ര ഒന്നും ഉണ്ടാവില്ല. പറയുന്നത് സിമ്പിൾ ആയിരിക്കും. നിങ്ങൾ ആരും പേടിക്കൊന്നും വേണ്ട. പിന്നെ ഇച്ചിരി ഗ്യാപ്പ് വന്നതിന്റെ ചിലൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമുക്ക് സിമ്പിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കാം. ഓക്കെ,
ചെറിയൊരു ചാപ്റ്റർ ആണ്, പക്ഷെ ഇച്ചിരി ഡിഫിക്കൽട്ട് ആണെന്നുള്ളു കേട്ടോ. ഓക്കെ, യെസ്. വേറെ ആരെങ്കിലും ഈ സൈക്കോളജിക്കൽ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ചാപ്റ്റേഴ്സ് എടുത്തോ? ടീച്ചേഴ്സ് ആരെങ്കിലും? ഇല്ല മാം. ഇല്ല, എടുത്തിട്ടില്ല. ഇനി എടുക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോണേ കേട്ടോ. ഇനി നമ്മുടെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ചാപ്റ്റർ 9. നമ്മുടെ ലൈഫിനോട് ഏറ്റവും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. കണ്ടോ, യൂണിറ്റ് 9. നേരത്തെ ഒന്ന് ബ്രീഫ് ചെയ്ത് പോകണം കേട്ടോ. വളരെ രസകരമാണ്. കാരണം ഓരോ ഡിഫൻസ് പഠിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും എന്തുണ്ട്, ഡിഫൻസ് മെക്കാനിസം ഉണ്ട് നമുക്ക് എല്ലാവർക്കും. ഇത് പഠിക്കുമ്പോൾ മനസ്സിലാവും ഞാൻ ഇങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണിത്. നമ്മൾക്ക് എന്തൊക്കെ തരത്തില് ഡിഫൻസ് ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇതിലെ കുട്ടികളെക്കാൾ കൂടുതൽ നിങ്ങൾ അധ്യാപകരിലാണ് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അശ്വതിമാർ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എടുത്തോ? അതല്ലേ ഞാൻ ചോദിച്ചത്. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അശ്വതി മിസ് ഇനി ലീഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുക്കരുത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ പാർട്ട് 1 എല്ലാം കഴിഞ്ഞോ? പാർട്ട് ആയിട്ടില്ല. ചൈൽഡ് വെൽഫെയർ, കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ്, ഫസ്റ്റ് എയ്ഡ് അതൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇതിന്റെ നോട്ട്സ് ഇപ്പൊ വിടും, ഇപ്പൊ നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ. നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ആരാണ്? സൈൻ ഔട്ട് ഞാനാണ് മാം. ചുരുങ്ങി മാത്രമേ ഉള്ളൂ ക്ലാസ്സിൽ. ചുരുങ്ങി ഞാൻ സൈൻ ഇന്നായിരുന്നു. പിന്നെ പ്രയർ സൈനിനൊക്കെ ഒറ്റ 1 and only സുറുമിന്ന് മാത്രം പറയേണ്ടി വരും നമ്മള്. ഞാൻ പറയണോ? സുറുമി ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ. വേറെ എല്ലാവരും മുന്നോട്ട് വരാൻ നോക്കണം കേട്ടോ. എല്ലാവരും ഇങ്ങനെ മാറി നിൽക്കണെന്തോ. അതിനാണ് നമ്മൾ ഈ എല്ലാ ദിവസവും പ്രോഗ്രാംസ് വെക്കുന്നത്. അല്ലെങ്കിൽ തോട്ട്, സൈൻ ഔട്ട്, സൈനിനൊക്കെ വെക്കുന്നത് നിങ്ങൾ എല്ലാവരും പറയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ എങ്ങനെ MT14 കംപ്ലീറ്റഡ് ആവും? അങ്ങനെ ഒന്നും ചെയ്തില്ല എങ്കിൽ നിങ്ങൾ എപ്പോഴും എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെ ഈ കോഴ്സ് തീരുമ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെ ഇരിക്കുള്ളൂ. വ്യത്യാസം നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു ദിവസങ്ങളൊക്കെ തോട്ടോ കോട്സോ അല്ലെങ്കിൽ ഇതേപോലെ സൈനൗട്ടോ ഒക്കെ ചെയ്ത് മുന്നോട്ട് വരാം. പ്രയർ ചെയ്യാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെയും കൂടി ഇൻവോൾവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം പ്രോഗ്രാംസ് വെക്കുന്നത്. ഓക്കെ, എല്ലാവരും വരുന്നു കേട്ടോ. നമ്മളെ ഞാൻ പറയട്ടെ, സ്ഥിരം കാണുന്ന കുറച്ച് കുട്ടികളെ അറിയാം. യസ്മിന, സുറുമി, അന്നരിയ, ആര്യ, സൂര്യ, ജിനു, നിഷ, സമീർ. പിന്നെ ആരാണ് കുട്ടിയുടെ പേരെന്താണോ? കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടി. കെ കാമറസ്വീന. എന്റെ പേരെന്താ? കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളില്ലടോ. പേരെന്താണ്? കാവേരി. കാവേരി ഇല്ല, ഒരു പേരാണ് നോക്കുന്നത്. ആ പക്ഷെ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇത്രയും പേരാണ് ഇതിൽ വരാറ് കേട്ടോ. അപ്പൊ അവരെ പോലെ അതന്നെ ഒരു പ്രത്യേക ശബ്ദമുള്ള ആള്. അതെ, ഉമേറയായിരിക്കും. ഉമേറയാണ്. ഓക്കെ, അതെ. ഷിജിനാസ് പിന്നെ ക്ലാസ്സിൽ കയറാറില്ലേ? ഞാൻ കണ്ടിട്ടില്ല. പിന്നെ റസ്മിന, ഷിജിനാസ് ക്ലാസ്സിൽ കയറാറില്ലേ? കേറാറുണ്ട്. ഇന്നലെയും ഇന്നും കാണുന്നില്ല, എന്താന്ന് അറിയില്ല. ഓക്കെ, ശരി. അപ്പൊ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കാട്ടോ. ഒരാളും ആരും അങ്ങോട്ട് പേര് വിളിച്ച് വരണമെന്നില്ല. നിങ്ങൾ വരാം കേട്ടോ. നമ്മൾ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് മാറി നിന്നതാണ് മാം. എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും അവസരം കൊടുക്കണ്ടേ.
നിങ്ങൾ തന്നെ ചെയ്യുമ്പോൾ അവർ നിങ്ങൾ ചെയ്തോളും എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരും. ആ തോന്നൽ വേണ്ട അല്ലെ. 40-40 എല്ലാവരും ഒരേപോലെയാണ്. അപ്പൊ എല്ലാവരും അതിൽ ചെയ്യണം. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ ക്യാമറ പോലെ ഓൺ ചെയ്യേണ്ട, നിങ്ങൾക്ക് അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അതെന്താ പറ്റാത്ത, അത് പറ്റണം കേട്ടോ. ഓക്കെ, ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ഡേ ആരെങ്കിലും പറയുന്നുണ്ടോ? ഞാൻ പറയാമോ? സഫീദ. മഹാത്മാഗാന്ധിയുടെ ഒരു സ്ലോഗനാണ് പറയുന്നത്. I offer you peace, I offer you love, I offer you friendship, I see your beauty, I hear your need, I feel your feelings, my wisdom flows from the highest source, I salute that source in you, let us work together for unity and love. Mahatma Gandhi. Okay, very good, Safida. Okay, thank you. Have a nice day. Thank you. Thank you.